പറഞ്ഞിട്ട്. ഭാവി യുവകേരളം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ യൂത്ത് മാനിഫെസ്റ്റോയുടെ പ്രകാശന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മാനിഫെസ്റ്റോ ഞങ്ങൾ തയ്യാറാക്കിയത് കേരളത്തിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചും അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ അഭിപ്രായം ശേഖരിച്ചുമാണ്. ഇതിനായി പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ഞങ്ങളൊരു ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. ആ ചോദ്യാവലി ഒരു QR കോഡ് വഴി സ്കാൻ ചെയ്ത് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പ്രത്യേകം കിയോസ്കുകൾ ഒരുക്കി ആ കിയോസ്കുകൾ വഴി QR കോഡ് സ്കാൻ ചെയ്ത് അഭിപ്രായം സ്വരൂപിച്ചു. 1,06,000-ഓളം ആളുകളാണ് ഈ സ്കാനിങ്ങിൽ പങ്കെടുത്തത്. അവരുടെ അഭിപ്രായ സ്വരൂപത്തിന് ശേഷം കോഴിക്കോട് വിവിധ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു യൂത്ത് കോൺക്ലേവ് നടത്തി. ആ യൂത്ത് കോൺക്ലേവിലെ വിദഗ്ധരുടെ അഭിപ്രായവും അതുപോലെ തന്നെ അതിനകത്തെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷമാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഒരു യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കിയത്. ആ യൂത്ത് മാനിഫെസ്റ്റോ ഇന്ന് ഇവിടെ ആദ്യം പ്രകാശനം ചെയ്തതിന് ശേഷം അത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. ആദ്യം ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് യുവജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അവർ ആഗ്രഹിക്കുന്ന പുരോഗതിയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയോടുകൂടി മുസ്ലിം യൂത്ത് ലീഗ് ഒരു യൂത്ത് മാനിഫെസ്റ്റോ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ അധികം ഗവേഷണം ചെയ്തും ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചും ഒരു യൂത്ത് കോൺക്ലേവും ഒക്കെ നടത്തി കഴിഞ്ഞ 1-2 മാസത്തെ ഹോംവർക്കിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു യൂത്ത് മാനിഫെസ്റ്റോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യുവാക്കളാണ് ഏറ്റവും വലിയ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ രാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മേഖലകളിലും ആ മേഖലകളൊക്കെ നിയന്ത്രിക്കുന്നതും അതിനെ ചലിപ്പിക്കുന്നതും യുവാക്കളാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. 25-നും 40-നും ഇടയിലുള്ള നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ്, അവിടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ യുവജനങ്ങൾ ഏറെ നിരാശയിലാണ്. അവർക്കുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്ത് ഇല്ലാതായി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടും അതിനൊത്ത ഒരു തൊഴിൽ അവസരങ്ങൾ കിട്ടാതെ തൊഴിലിനു വേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും നാട് കടക്കുന്ന രീതിയിൽ യുവാക്കൾ മാറിയിരിക്കുന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് വേണ്ടിയും അവർ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രൈസിസ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഒരു സംസ്ഥാനത്തെയും രാജ്യത്തെയും നമ്മുടേതാക്കി മാറ്റാനും, ഇത് നമ്മൾ ജനിച്ച നാടാണ്, ഈ നാട്ടിൽ തന്നെ നമുക്ക് നല്ല അഭിമാനബോധത്തോടു കൂടിയും നല്ല രീതിയിൽ നല്ല ജോലിയും അതുപോലെ കച്ചവടവും നമ്മൾ ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് വിജയങ്ങൾ കൊയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ
സാധ്യമല്ലാത്ത ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അപ്പോൾ അത് മാറേണ്ടതുണ്ട്. ഒരു ഭരണം ഇവിടെ മാറി വരിക എന്നുള്ളത് എല്ലാ യുവാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. കേരളം ഭരണമാറ്റമല്ല, ആ ഭരണമാറ്റം ഉണ്ടാവുമ്പോൾ ഈ 10 വർഷത്തെ പിറകോട്ട് വലിച്ച ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു യുവജന സംഘടന നിലക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളും ഈ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നൊക്കെ ഉള്ള വ്യക്തമായ ധാരണകളും ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് സർക്കാരിന്, നമ്മുടെ UDF-ന് ഇതിനകം തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് മെയിൽ അയച്ചിട്ടുണ്ട്. ഈ UDF-ൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വിവിധ മേഖല 20 പോയിൻ്റാണ് ഞങ്ങളിവിടെ ഈ യൂത്ത് മാനിഫെസ്റ്റോ പ്രധാനമായും ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന്, ജാതി സെൻസസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മോണിറ്ററിംഗ് കമ്മീഷൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ജാതി സെൻസസും അതുപോലെ സോഷ്യൽ ജസ്റ്റിസ് മേഖലകളൊക്കെ ഒരുപാട് പരിമിതികളും ഒരുപാട് ആശങ്കകളൊക്കെ തന്നെയുണ്ട്. അതിനൊരു മോണിറ്ററിംഗ് കമ്മീഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ വിഭവ വിതരണത്തിലെ പ്രാദേശിക അസന്തുലനാവസ്ഥ പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം. ഇപ്പോൾ പല ജില്ലകളിലും പല രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ വിഭവ വിതരണം നടക്കുന്നത്. ഫണ്ടുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള സഹായങ്ങളൊക്കെ തന്നെയും അത് ഒരു ജില്ലയിൽ നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ മറ്റൊരു ജില്ലയിൽ പിന്തള്ളപ്പെടുന്നു. അപ്പോൾ ആ അസന്തുലനാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ പ്രത്യേക സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരാവശ്യം. അതുപോലെ ഭരണ സൗകര്യവും ജനസംഖ്യയും പരിഗണിച്ച് ജില്ലകളുടെയും താലൂക്കുകളുടെയും പുനർവിഭജനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പ്രത്യേക ജില്ല വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ജനസംഖ്യ അനുപാതത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും ഭരണത്തിൻ്റെ ലഭ്യതകളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജനസംഖ്യാ അനുപാതത്തിൽ ജില്ലയെ പുനർവിഭജിക്കുകയും അതുപോലെ താലൂക്കുകളെയും പുനർവിഭജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരാവശ്യം. അതുപോലെ ഈ UPSC, KSA, PSC പരീക്ഷകളിലൊക്കെ പരീക്ഷ എഴുതി ഉന്നത റാങ്കുകളിലെ ആളുകളൊക്കെ തന്നെയും ജോലി പ്രവേശിക്കുകയും താഴെയുള്ള റാങ്കുകളിൽ പെടുന്ന ആളുകൾ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ഈ പ്രതിഭാ സേതു മോഡലൊരു പദ്ധതി താഴെക്കടയിലുള്ള ആളുകൾക്കും ജോലി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ കായിക മാനസികാരോഗ്യത്തിന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ലിറ്ററസി പ്രോഗ്രാം. ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസികാരോഗ്യം. അപ്പോൾ അവരെ കൂടുതൽ ഇപ്പോൾ ചെറുപ്പത്തിലെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരുന്നു, മാനസിക രോഗങ്ങൾ വരുന്നു. ഇതെങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് പ്രത്യേക മെൻ്റൽ ലിറ്ററസി പ്രോഗ്രാമുകൾ, അതുപോലെ കായിക മേഖലയിൽ അവരെ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും അവർക്കുള്ള ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ കേരളം ഇന്ന് ഒരുപാട് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയൊക്കെ രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്ന കാലം വന്നിരിക്കുകയാണ്. എന്തുണ്ടെങ്കിലും മതം പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ ജനങ്ങളുടെ ആ ഒരു സൗഹൃദത്വം തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഹാപ്പിനെസ് ആൻഡ് ടോളറൻസ് മിഷൻ എന്ന ഒരു രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ടോളറൻസ് മിനിസ്ട്രി തന്നെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊരു മിഷൻ ഇവിടെ രൂപീകരിക്കുക എന്നുള്ളത് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ പ്രധാന നഗരങ്ങളിൽ ഗിഗ് വർക്കേഴ്സ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, നമ്മുടെ സ്വിഗ്ഗി പോലുള്ള ഈ ഭക്ഷണ വിതരണം ചെയ്യുന്ന നമ്മുടെ തൊഴിലാളികൾ, അവർ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്കൊരു ഫെസിലിറ്റേഷൻ സെൻറ്റർ അവർക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ മറ്റുള്ള അവർക്ക് റിലാക്സ് ചെയ്യാനും അതുപോലെ അവർക്കുള്ളൊരു സൗകര്യങ്ങൾ കൂടി നമ്മൾ അവരെ ഒരിക്കലും അവഗണിക്കുക. കാരണം ഈ ഒരു മേഖല ഈ കോവിഡിന് ശേഷം കൂടുതൽ വളർന്നു വന്ന മേഖലയാണ്. അപ്പോൾ അവിടുത്തെ ആ ഗിഗ് വർക്കേഴ്സിന് കൂടി നമ്മൾ ചേർത്ത് പിടിക്കാൻ സർക്കാർ തയ്യാറാവണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്.
അതുപോലെ പ്രധാന പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പാർക്കുകൾ, അവിടെ നമുക്കറിയാം ഒരുപാട് ജോബ് സ്പേസിനുള്ള റൂമുകളും അതുപോലെ മറ്റുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നഗരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആർക്കും വന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള വർക്ക് സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും അതാത് പ്രാദേശിക തലത്തിലാവുമ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ അത് വർക്ക് ചെയ്യാനും അവർക്ക് കൂടുതൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആവാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ആവശ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് ചെറുപട്ടണങ്ങളിൽ ഷീ ഹെൽത്ത് ക്ലബ്ബുകൾ, ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഇന്ന് ഒരുപാട് മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായി അവരുടേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഹെൽത്ത് ക്ലബ്ബും അതുപോലെ അവരുടെ മറ്റ് ആവശ്യങ്ങൾ, അവരുടെ ഓൺട്രപ്രണർഷിപ്പ് ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കൊരു ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീ ഹെൽത്ത് ക്ലബ്ബുകൾ സ്ഥാപിക്കുക എന്നുള്ളത് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഈ സർവകലാശാല അധ്യാപന നിയമങ്ങൾ, ആ നിയമനം പലപ്പോഴും അത് നേരിട്ടാണ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളത് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം അത് പലപ്പോഴും അതിന് മാനദണ്ഡമില്ലാത്ത രീതിയിൽ അവിടെ നിയമനം നടത്തുന്നു. അതിനൊക്കെ ഒരു സുതാര്യതയും അതിൻ്റെ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയൊരു ആധികാരികമായ ബോഡി ഉണ്ടാവുക എന്നുള്ളത് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഒരു സമഗ്ര വിദ്യാഭ്യാസ നയം, ഇന്ന് വിദ്യാഭ്യാസം മേഖല അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രീതിയും പോളിസിയും ഒക്കെ മാറി വരികയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ തന്നെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു പ്രത്യേക വിദ്യാഭ്യാസ പോളിസി ഉണ്ടാക്കി ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ന്യൂജൻ ആളുകളെയൊക്കെ തൊഴിൽ സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ നൈപുണ്യ പരിശീലനത്തിന് സെൻറ്റർ ഫോർ എക്സലൻസ്, യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ, അതായത് ഇപ്പോൾ ഒരുപാട് യുവാക്കൾ ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടി സ്റ്റാർട്ടപ്പിന് വേണ്ടിയൊക്കെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു പിന്തുണയാണ്. അപ്പം അതിന് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു വായ്പ ഇല്ലാതെ പലിശരഹിതമായ വായ്പ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കുകയാണ്. അതുപോലെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് എന്നുള്ള സംവിധാനം, അതുപോലെ യൂത്ത് ഹെൽത്ത് ഇൻഷുറൻസ്, കാരണം എല്ലാവർക്കും ഇൻഷുറൻസ് ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും യുവാക്കൾ ഒരുപാട് രോഗത്തിന് അടിമകളായി വരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൂടുതൽ ആളുകളെ അവർക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യൂത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. കുട്ടികളുടെ അപൂർവ രോഗങ്ങൾക്ക് സ്പെഷ്യൽ ഫണ്ട്, ഒരുപാട് രോഗങ്ങൾ, ഇപ്പോൾ SMA പോലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. 18-20 കോടിയാണ് ഓരോ രോഗത്തിനും ചികിത്സ ആയി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഒരു ജനകീയ ഫണ്ട് സമാഹരണമാണ്. പക്ഷെ അതിന് ഗവൺമെൻറ് ഒരു പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത്തരം കുട്ടികൾക്കായുള്ള ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. അതുപോലെ ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായി സമഗ്ര നിയമ നിർമ്മാണം, കാരണം ഒരുപാട് ഭിന്നശേഷിക്കാരൊക്കെ പണ്ട് നേരത്തെ വീട്ടിലിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അവർ ജോലി ചെയ്യുന്നു, അവർ മറ്റുള്ള പരിശീലനം നേടുന്നു, അവർ മറ്റുള്ള ഒരുപാട് ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും, അവർക്ക് സഞ്ചരിക്കാനുള്ള, അവർക്ക് കയറാനുള്ള റാമ്പുകൾ, അതുപോലെ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ഒരു സൗകര്യങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാക്കണം എന്നുള്ളൊരാവശ്യം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഫോർ ഫോറിൻ ലാംഗ്വേജസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അറബി, ഉറുദു, അതുപോലെ ഫോറിൻ ലാംഗ്വേജസ് ഇപ്പം ഹൈദരാബാദിലൊക്കെ ഉള്ള പോലെ ഒരുപാട് നമ്മുടെ കുട്ടികൾക്ക് അവിടെയാണ് പോയി പഠിക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ച്, ജർമ്മനൊക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്, സ്പാനിഷ്. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജിന് വലിയ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിക്ക് വലിയ സ്കോപ്പ് ഉണ്ട്. ആ ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി കൂടി തുടങ്ങുക എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
അതുപോലെ ഗ്രാമീണ വായനശാലകളുടെയും യൂത്ത് ക്ലബുകളുടെയും ആധുനികവൽക്കരണം. നേരത്തെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ വായനശാല ഉണ്ടെങ്കിലും അതൊക്കെ ഡിജിറ്റൽ മേഖലയിലൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഡിജിറ്റൽ രീതിയിൽ ജേണലുകൾ വായിക്കാനും അതുപോലെ മറ്റ് ഓൺലൈനായിക്കൊക്കെ പഠിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അതിനെ ആധുനികവൽക്കരിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിദ്വേഷ പ്രചാരണത്തിനെതിരെയുള്ള നിയമനിർമ്മാണം. ഒരുപാട് ആളുകൾ ഒന്നും പറയാനില്ലാത്തപ്പോൾ വിദ്വേഷം പറഞ്ഞുകൊണ്ട് തമ്മിൽ നമ്മുടെ സൗഹൃദത്തെയും സ്നേഹത്തെയും സഹിഷ്ണുതയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു നിയമനിർമ്മാണം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇതാണ് പ്രധാന പോയിന്റുകൾ. മറ്റുള്ള കർണാടകയിൽ ആ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ രീതിയിലുള്ളത് കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരാവശ്യമാണ്. 100ഓളം നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ ഈ മാനിഫെസ്റ്റോയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട 20 പോയിൻ്റാണ് താങ്കളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം യൂത്ത് മാനിഫെസ്റ്റോയിൽ ഉണ്ട്. അതിന് ഇതിനകം നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ ഇതിനകം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDF നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. നേരത്തെ പുതുയുഗ യാത്രയുടെ സമാപന ദിവസം പ്രഖ്യാപിച്ച 5 പദ്ധതിയിൽ ഞങ്ങളുടെ ഒരു നിർദ്ദേശം കൂടി വന്നതിലുള്ളൊരു സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഈ സംരംഭകർക്കുള്ള പലിശരഹിത വായ്പ ഞങ്ങളുടെ ഒരു നിർദ്ദേശമാണ്. യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലയിലെ പ്രത്യേകിച്ച് ഒരു യൂത്ത് പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെ കേരളം രൂപപ്പെടുത്തണം, അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോൾ കേരളം എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു കാഴ്ചപ്പാടാണ് മാനിഫെസ്റ്റോ ആയി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. UDF നേതൃത്വം ഞങ്ങളോട് പറഞ്ഞത് ഇതിനകത്തുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും UDFൻ്റെ തന്നെ ഒരു മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാക്കിയ ഈ യൂത്ത് മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നേതൃപരമായ ഒരു പങ്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തും എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി ചോദിച്ചതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകൾ എടുത്ത് പരിശോധിച്ചാൽ കാസർഗോഡ് ജില്ല പലപ്പോഴും കാസർഗോഡ് ജില്ലയിൽ നിന്ന് പറയുന്നൊരു കാര്യം ഒരു ബോർഡർ ഡിസ്ട്രിക്ട് എന്ന നിലക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ റോഡിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ബോർഡർ ഡിസ്ട്രിക്ട് എന്ന നിലക്ക് കാസർഗോഡ് ജില്ലയുടെ ഒരു അവഗണനയുണ്ട്. അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ബോർഡർ ഡിസ്ട്രിക്റ്റിന് വേണ്ടി മാത്രമായി പ്രത്യേകം വികസനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സമാനമായ രീതിയിൽ ഇപ്പോൾ ഒരു ജില്ല മാത്രം ഞാൻ ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുപോലെ കേരളത്തിലെ ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ വിഭവ വിതരണത്തിൽ ഒരു വലിയ അസന്തുലിതാവസ്ഥയുണ്ട് എന്നൊരു ആക്ഷേപം പരക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ, എത്രമാത്രം ഉണ്ട്, ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തണം എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ച് പിന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് സർക്കാർ കടക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി ഈ യൂത്ത് മാനിഫെസ്റ്റോയിലൂടെ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും അത് വലിയ തോതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കോളേജുകളെടുത്ത് പരിശോധിച്ചാൽ, സർവകലാശാലകളെടുത്ത് പരിശോധിച്ചാൽ, സ്കൂളുകളെടുത്ത് പരിശോധിച്ചാൽ, ഇതെല്ലാം പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവായി എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാഴ്ച മലബാർ മേഖലയിൽ തന്നെ വിവിധ ജില്ലകളിൽ തന്നെ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിവേചനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പൊതുവിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന സ്ഥാപനമാണെങ്കിലും പദ്ധതിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ അതിനകത്ത് തുല്യമായ വിതരണം ഉറപ്പാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം. മലപ്പുറം ജില്ല മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ പോപ്പുലേഷൻ കൂടുതലുള്ള പല ജില്ലകളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ല മലപ്പുറം ജില്ല പോലെ തന്നെ പോപ്പുലേഷൻ കൂടുതലുള്ളൊരു ജില്ലയാണ്. ഇപ്പോൾ പത്തനംതിട്ട പോപ്പുലേഷൻ കുറവുള്ളൊരു ജില്ലയാണ്. അപ്പോൾ ഒരു ജില്ലയ്ക്കൊരു ഫണ്ട് അനുവദിക്കുമ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ ജില്ലക്കും പോപ്പുലേഷൻ കൂടിയ ജില്ലക്കും ഒരേ രീതിയിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ആളോഹരി എടുക്കുമ്പോൾ അതിനകത്ത് വലിയ വിവേചനം കാണാൻ സാധിക്കും.
അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കൃത്യമായി പോപ്പുലേഷനെ ആധാരമാക്കി ജില്ലകളുടെ ഒരു പുനർവിഭജനം നടത്തണം. അത് ഏതൊക്കെയാണ് ജില്ല എന്നുള്ളത് അത് സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തിയതിന് ശേഷമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെ തുടർന്ന് ജില്ലകളുടെ ഒരു പുനർവിഭജനം നടത്തണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജില്ല എന്നുള്ളതല്ല. പൊതുവിൽ കേരളത്തിലെ ജില്ലകളുടെ ഒരു പുനർവിഭജനം നടത്തേണ്ട സമയമായിട്ടുണ്ട്. അത് പൊതുവിൽ സർക്കാർ ഒരു പഠനം നടത്തി അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, കാരണം ഇപ്പോൾ സർവകലാശാലകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയ പരാതി, വലിയ ആക്ഷേപം, പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ CPM നേതാക്കന്മാരുടെ ബന്ധുക്കളും അവരുടെ സ്വന്തക്കാരെയും ഒക്കെ പിൻവാതിൽ വഴി തിരികെ കയറ്റാനുള്ള ശ്രമം ഉണ്ടായി. അങ്ങനെ തിരികെ കയറ്റി എന്നതിനെ സംബന്ധിച്ചുള്ള വിവിധ കേസുകൾ തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സുതാര്യമാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സർവകലാശാലകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം. അല്ല, അത് ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്ന് പരിശോധിച്ചിട്ടാണ്. അതേസമയത്ത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തി അത്ര നിയമനങ്ങൾ PSCക്ക് വിടുന്നതിനോടും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അതിൻ്റെ ഒരു ന്യൂനപക്ഷ സ്വഭാവവും അതുപോലെ തന്നെ പിന്നാക്ക സമൂഹങ്ങളുടെ ഒരു പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തി പൂർണ്ണമായും ഇത്തരം നിയമനങ്ങൾ PSC പോലെയുള്ള സുതാര്യമായ നിയമന സംവിധാനത്തിനോട് വിടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ കാർബൺ ക്രെഡിറ്റ്, ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോൾ ഈ കാർഷിക മേഖലയിലേക്കൊന്നും യുവാക്കളൊക്കെ പുതിയ ആളുകളൊന്നും കടന്നു വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിനകത്ത് വരുമാനത്തിൻ്റെ വലിയ തോതിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ കൃഷിക്ക് ചെലവഴിക്കുന്ന ഒരു തുകയും അതിന് ചെലവഴിക്കുന്ന ഒരു സമയവും മനുഷ്യാധ്വാനവും ഒക്കെ കണക്കിലെടുത്താൽ അവർക്ക് തിരികെ കിട്ടുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ ആളുകൾ കടന്നു വരാത്തത്, പ്രത്യേകിച്ച് യുവാക്കൾ. അപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് എന്നൊരു പുതിയ ആശയം ഞങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ്. അത് നേരത്തെ UN പോലെയുള്ള ബോഡികളിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിനകത്ത് അല്ല, ലോകത്ത് തന്നെ ഈ ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നതും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനും പൊല്യൂഷൻ കുറയ്ക്കാനും ഒക്കെ കൃഷി വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് കേവലമായ ഈ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് വേറെ തലത്തിലുള്ള ഒരു സഹായം നമുക്ക് അന്തരീക്ഷത്തിൽ നൽകുന്നുണ്ട്, മനുഷ്യർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഓരോ കർഷകനും എത്രത്തോളം കാർബൺ ക്രെഡിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പ്രത്യേകമായ പദ്ധതികൾ, സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകി, റിവാർഡ് ഉൾപ്പെടെ നൽകി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേവലം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ മാത്രം കണക്കിലെടുക്കാതെ ഈ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ ആവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ചെയ്യുന്ന സേവനം കണക്കിലാക്കി അവർക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യണം എന്നൊരു പുതിയ ആശയം, കാർബൺ ക്രെഡിറ്റ് എന്നൊരു ആശയം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുവഴി യുവ കർഷകരെ അടക്കം ഈ യുവാക്കളെ അടക്കം കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ യൂത്ത് ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പോൾ ഒരുപാട് അപകടങ്ങളും രോഗങ്ങളൊക്കെ വന്ന ചെറുപ്പക്കാരെ സഹായിക്കാൻ വേണ്ടി ഓരോ ദിവസവും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഫണ്ട് ശേഖരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ സ്വമേധയാ ക്രൗഡ് ഫണ്ടിങ് നടത്തി ഇത്തരം ആളുകളെ ചികിത്സിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സംസ്ഥാനമുള്ളത്. പ്രത്യേകിച്ച് യുവാക്കൾ ചെറുപ്രായത്തിൽ തന്നെ മാരകമായ രോഗങ്ങൾ വന്നിട്ടും അതുപോലെ തന്നെ അപകടം വന്നിട്ടുമൊക്കെ മരണപ്പെട്ടു പോകുന്ന സ്ഥിതി വരെ ഉണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ഒരു യൂത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോജക്റ്റ് നടപ്പിലാക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ യൂത്ത് ഹെൽത്ത് ഇൻഷുറൻസ് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെല്ലാവരും. ഏപ്രിൽ ഇലക്ഷൻ കഴിഞ്ഞ് മെയ് മാസം വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിൽ ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് UDF അധികാരത്തിൽ വരുമെന്ന ശുഭ വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും
ഈ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യൂത്ത് മാനിഫെസ്റ്റോയെ കുറിച്ചാണോ ചോദിച്ചത്? സ്ഥാനാർത്ഥി പട്ടികയാണ്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം അറിയാൻ സാധിക്കും. അല്ല, പ്രാതിനിധ്യം എപ്പോഴും കിട്ടാറുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. അത് പ്രഖ്യാപനത്തിന് ശേഷം അറിയുള്ളൂ നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷേ യുവജന പ്രാതിനിധ്യം തീർച്ചയായും ഉണ്ടാവും. എത്ര എണ്ണം നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ഏറ്റവും നല്ല ലിസ്റ്റായിരിക്കും. നമ്മൾ വിന്നബിൾ പോസിബിലിറ്റി നോക്കും, എല്ലാ ആസ്പെക്റ്റും നോക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കും. അപ്പോൾ അതിന് പല രീതിയിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികളിൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതെന്നാലും ആർക്കും നിരാശപ്പെടുത്തുന്നതായിരിക്കില്ല ഈ പട്ടിക. ഓക്കെ, താങ്ക് യു. വൈകി വന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പിടിക്കാം. കുറച്ച് ചാനലുകാർ വൈകിട്ടാണ് വന്നത്. പിടിക്കണം. ഓക്കെ, താങ്ക് യു. പിടിക്കണം. ഒന്ന് പിടിച്ചോളാം.